ലഹരി വിരുദ്ധ ദിനാചരണം ഫുട്ബോൾ മാമാങ്കമാക്കി മാറ്റി കൊല്ലം തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനും തേവലക്കര പോലീസ് കുടുംബ കൂട്ടായ്മയും. ലോകകപ്പ് ആവേശവും തൂഫാൻ ഓപ്പറേഷൻ പ്രചാരണവും ഒരുമിച്ച് സാധ്യമാക്കുന്നതായിരുന്നു പരിപാടി. സൗഹൃദ മത്സരത്തിന് നാടൊന്നാകെ പങ്കാളികളായി. ഇത്തവണ ലഹരി വിരുദ്ധ ദിനാചരണം പതിവിലും വിപുലമായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ തൂഫാൻ ഓപ്പറേഷൻ വിജയകരമായി മുന്നോട്ടു പോകുന്നതിന്റെ ആഘോഷം കൂടിയായി ലഹരി വിരുദ്ധ ദിനാചരണം മാറി. തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ നടത്തിവരുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. തേവലക്കര പോലീസ് കുടുംബ കൂട്ടായ്മയും പങ്കാളിയായി. പുത്തൻ സങ്കേതം കളിക്കളം ടർഫിൽ വെച്ച് നടന്ന മത്സരം തൂഫാൻ പ്രചാരണത്തിന്റെ കൂടി ഭാഗമായിരുന്നു. ലോകകപ്പ് ആരവം സ്ക്രീനിൽ നിന്ന് നാട്ടിലാകെ ആവേശം പടർത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അരുൺ രാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പണ്ട് കളിക്കളങ്ങളിൽ ചെലവഴിച്ചതുപോലെ ഇന്ന് കളിക്കളങ്ങളിൽ സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാർ വിരളമാണ്. ആ കേരളത്തിന്റെ യൗവനത്തെയും ബാല്യത്തെയും തിരികെ കളിക്കളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കൂടിയാണ് തൂഫാന്റെ പ്രവർത്തനങ്ങൾ ഉപകരിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നതിൽ ആ ഹൃദയം കൊണ്ടൊരു നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ലക്ഷ്യബോധം ഇല്ലാത്തൊരു തലമുറയാണ് ഇതുപോലെയുള്ള മയക്കുമരുന്നിന് പുറകെ പോകുന്നത്. അപ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സ്പോർട്സുകൾക്ക് അല്ലെങ്കിൽ കായിക വിനോദം വളരെയേറെ റോളുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ഒന്നാം സ്ഥാനം ടീം യുണൈറ്റഡ് കോയിവിളയും രണ്ടാം സ്ഥാനം വിവൺ മുള്ളിക്കാലയും കരസ്ഥമാക്കി. വിജയികൾക്ക് സമ്മാനം നൽകുന്നതിനൊപ്പം ലഹരി വിരുദ്ധ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് ടൂർണമെന്റ് സമാപിച്ചത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.